ടൈപ്പുള്ള കൊപ്രയാണ് ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ ഒന്നെന്ന് പറയുമ്പോൾ എഡിബിൾ കൊപ്ര എന്ന് പറയും, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മില്ലിംഗ് കൊപ്ര എന്ന് പറയും. എഡിബിൾ കൊപ്രയൊക്കെ നോർത്ത് ഇന്ത്യയിൽ മോസ്റ്റ്ലി കൺസ്യൂം ചെയ്യാതെ കഴിക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നതാണ് എഡിബിൾ കൊപ്ര. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മില്ലിംഗ് കൊപ്ര. അപ്പൊ മില്ലിംഗ് കൊപ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ ഈ കോക്കനട്ട് ഓയിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, മില്ലിംഗ് പ്രോസസ്സ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊപ്രയിൽ നോക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ എന്ത് നോക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കണം പ്രൊസീജിയറാണ്. സോ ഹീറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ സൺ ഡ്രൈയിങ്ങിൽ എടുത്താൽ നമുക്ക് ഇമ്പ്യൂരിറ്റീസ്, അതായത് നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹീറ്റ് നമുക്ക് ഇന്ന റേഷ്യോയിലാണ് ഇന്ന സമയത്ത് ഇതേപോലെ കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് മഴക്കാലത്തോ അങ്ങനെ വല്ലതും നോക്കുമ്പോൾ നമുക്ക് ആ ട്രെയിനിന്റെ ടൈം ഇനിയും കുറച്ച് നല്ല നീണ്ടു വരിക. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നോർമലി ഈ സൺഡ്രൈൻ എടുക്കുമ്പോൾ ഏകദേശം ഒരു 7 to 8 days വരെ നമുക്ക് അതിന്റെ പ്രോസസ് ടൈം എടുക്കും. അതായത് ടോട്ടൽ നമുക്ക് കൊപ്രയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അത് കാരണമാണ് നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇലക്ട്രിക്കൽ ഡ്രൈവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക്കൽ ഡ്രൈവേഴ്സ് നമുക്ക് ലേഡീസിനായാലും ആർക്കായാലും ഒരു വൺ മാൻ യൂസ് ആണ്. അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രിക്കൽ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അതിലും സമയമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു 90 ഡിഗ്രിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, 80 ഡിഗ്രിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, 65 ഡിഗ്രിയിൽ പറ്റും, 70 ഡിഗ്രിയിൽ പറ്റും. ഇതെല്ലാം നമുക്ക് ഡ്രൈയിങ് ടൈം നമുക്ക് കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. അതേപോലെ ചില കോക്കനട്ട്സ് നമ്മൾ ഡ്രൈയിങ് ടൈം പറയുമ്പോൾ ചിലപ്പോൾ 2 weeks എടുക്കും, ചിലപ്പോൾ 1 week എടുക്കും, ചിലപ്പോൾ 2 days എടുക്കും, 1 day എടുക്കും, 8 hours എടുക്കും, 6 hours എടുക്കും. ഇത് എല്ലാത്തിനും നോക്കിയാൽ ടെമ്പറേച്ചർ കണക്കാണ്. ഇപ്പൊ എല്ലാത്തിനും അതേപോലെ പോസിറ്റിവിറ്റി ഉണ്ട്, നെഗറ്റിവിറ്റി ഉണ്ട്. ഇപ്പൊ സോളാർ എന്ന് പറയുമ്പോൾ അതിന് ഉള്ളത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ സോളാറിനെ പറയാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിൻ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ക്യാബിനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ 65 ഡിഗ്രി ആണെങ്കിൽ ആ 65 അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അതിലുള്ള നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 weeks വരെ വരും. പക്ഷെ അതിന്റെ കേർണൽ എന്ന് പറയുന്നത് കാമ്പെന്ന് പറഞ്ഞാൽ വെള്ള കളറായിട്ട് അതിനെ കാണും. പക്ഷെ ഇത് തന്നെ ഇലക്ട്രിക്കൽ ഡ്രയർ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് വെച്ച് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഫെയർ അങ്ങനെയുള്ള ഡ്രയേഴ്സിലാകുമ്പോൾ പെട്ടെന്ന് ഒരു സ്മോക്ക് എഫക്റ്റ് വരും. ആ പെട്ടെന്ന് സ്മോക്ക് എഫക്റ്റ് വന്നാൽ എന്ത് സംഭവിക്കും? ആ കൊപ്രയിൽ എക്സ്ട്രാ ഒരു ബ്രൗൺ ലെയർ ആയിട്ട് ബ്രൗണിഷ് കളറിൽ പോകുമോ? സോ അത് കാരണം അത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിനെ ബാധിക്കും. അത് കാരണം നമുക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാബിൻ വെച്ച് യൂസ് ചെയ്യുന്ന ഡ്രയേഴ്സ് ആണ് ബെസ്റ്റ്. പക്ഷെ അതിന് സമയം കുറച്ച് കൂടുതൽ. അപ്പൊ നമ്മൾ അതിന് വേണ്ടി നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൽ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കൊപ്ര ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈയിങ് പ്രോസസ്സാണ്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് നമ്മൾ ഈ 12 മാസം പ്രായമുള്ള തേങ്ങനെ എടുത്തിട്ട് ആദ്യം നമ്മൾ ആ തൊണ്ട് കളയുന്നുണ്ട്. ആ തൊണ്ട് കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷെല്ലിനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനെല്ലാം കളക്ട് ചെയ്തിട്ട് അത് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് അത് വേറെ വീണ്ടും പറഞ്ഞുതരാം. വേറെ കുറെ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് പറഞ്ഞുതരാം. സോ അത് കട്ട് ചെയ്ത് നമ്മൾ ഡ്രയർ വെച്ച് നമ്മൾ ഡ്രൈയിങ് പ്രൊസീജിയറിൽ വെച്ച് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഡ്രൈൻ ചെയ്താലും അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് താഴെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല കൊപ്രയെന്ന് പറഞ്ഞ് പറയാൻ പറ്റുള്ളൂ. സോ കൊപ്രയുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈഡ് പ്രൊഡക്ട്സിന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ആ ഈർപ്പം. അതിനാണ് ഇപ്പൊ ചില സ്ഥലത്ത് ഇപ്പൊ തമിഴ്നാട്ടിലായാലും സൾഫർ ഉള്ള കൊപ്ര കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സൾഫർ, അതായത് ഇപ്പൊ കോക്കനറ്റിൽ ഇപ്പൊ ഒരു മാർക്കറ്റ് ട്രെൻഡായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് സൾഫർലെസ് കൊപ്ര, സൾഫർ കൊപ്ര. അപ്പൊ സൾഫർ എന്തിനു വേണ്ടി ചേർക്കണം എന്ന് പറയാം, ഈ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി ഒരു സൾഫർ ഫ്യൂമിഗേറ്റ് ചെയ്യും. അതായത് പുകയുണ്ട് ആ റൂം മൊത്തം ഒന്ന് ഫ്യൂമിഗേറ്റ് ചെയ്യും. ആ പ്രോസസ്സാണ് സൾഫർ വെച്ചിട്ടാണ് ആ പ്രോസസ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം വിയറ്റ്നാമിലിരുന്നോ സിംഗപ്പൂരിലിരുന്നോ എന്തെങ്കിലും ഒരു കൊപ്ര ഇവിടെ ഇമ്പോർട്ട് ചെയ്തെങ്കിൽ അവർ മോസ്റ്റ്ലി സൾഫർ ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ടാണ്. അത് ഏകദേശം ഇവിടെ അത് ബോട്ട് ഷിപ്പിലൊക്കെയാണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അത് ഏകദേശം ഒരു 1.5 month വരെ ഇവിടെ എടുക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ സ്റ്റോക്ക് വരെ പിടിച്ചിട്ടെങ്കിൽ അത് വീണ്ടും സമയം എടുക്കും. അത് കാരണം അത് അവരെന്ത് ചെയ്യും, സൾഫറായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പൊ ആ സൾഫർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക്, പക്ഷെ കേരളത്തിലാകുമ്പോൾ ഏകദേശം ഈ സൾഫർ ലെസ് ആണ്. സൾഫർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സൾഫർ ലെസ് കൊപ്രയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ. സോ കൊപ്രയ്ക്ക്
മെയിനായിട്ട് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ് മെത്തേഡിൽ പറഞ്ഞതുപോലെ ടെമ്പറേച്ചറാണ് മെയിനായിട്ട് നമുക്ക് പറയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൽ തന്നെ എത്ര വെറൈറ്റീസ് ഓഫ് ഓയിൽ ആർക്കെങ്കിലും പറയാൻ പറ്റും?